എല്ലാവർക്കും വിനീതമായ നമസ്കാരം. സ്വാമി ശരണമയ്യപ്പ. ധർമ്മശാസ്താവിനെ കാണാനുള്ള യാത്രയിൽ നിരവധിയായിട്ടുള്ള ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്. ഭഗവാന് ഏറെ വിശേഷപ്പെട്ട നിരവധി ദ്രവ്യങ്ങൾ നമ്മൾ സമർപ്പിക്കാറുമുണ്ട്. ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ആ യാത്ര, ആ തീർത്ഥാടന യാത്ര തുടങ്ങുന്നത് കെട്ടുനിറയിലാണ് എന്ന് നമ്മൾ മുൻപ് സംസാരിക്കുകയും ചെയ്തു. ആ കെട്ടുനിറയിൽ നമ്മൾ നിറച്ചെടുക്കുന്ന കെട്ടിനെക്കുറിച്ച്, ഇരുമുടിക്കെട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ പള്ളിക്കെട്ടിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സ്വാമിയുടെ ഇരുമുടിക്കെട്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഇരുമുടി? ഇരുമുടി എന്ന പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, രണ്ട് ഭാഗങ്ങളാണ് അതിനുള്ളത്. ആ ഇരുമുടിയുടെ രണ്ട് ഭാഗങ്ങളെ നമ്മൾ മുൻകെട്ടെന്നും പിൻകെട്ടെന്നും വിശേഷിപ്പിക്കാറുണ്ട്. സ്വാമി താൻ പുലിപ്പാലിനായി പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇരുമുടി കൊണ്ടുപോയി എന്ന് പറയാറുണ്ട്. മറവപ്പടയെ തുരത്താൻ ഭഗവാൻ യുദ്ധത്തിന് പോയപ്പോഴും ഇരുമുടി കൊണ്ടുപോയി എന്ന് പറയാറുണ്ട്. സാക്ഷാൽ സന്നിധാനത്തേക്കുള്ള ഭഗവാന്റെ യാത്രയിലും ഭഗവാൻ ഇരുമുടി കൊണ്ടുപോയി എന്ന് പറയാറുണ്ട്. അപ്പം ഭഗവാന്റെ കൂടെ ഭഗവാൻ കൊണ്ടുപോയിരുന്ന ഒരു വസ്തു തന്നെയായിരുന്നു ഇരുമുടി. ഭഗവാന്റെ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഭഗവാന്റെ സാധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും ഒരുപോലെ അതിൽ സൂക്ഷിച്ചു. നമ്മളും ഭഗവാനെ കാണാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഭഗവാന്റെ വിഗ്രഹത്തിന് എത്രത്തോളം മഹാത്മ്യമുണ്ടോ അത്രത്തോളം മഹാത്മ്യമുള്ള ആ 18-ാം പടി, ആ 18 പടികൾ ചവിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തലയിൽ ഇരുമുടിക്കെട്ടില്ലാതെ സാധ്യമാവില്ല. അത്ര പ്രാധാന്യമാണ് ഇരുമുടിക്കെട്ടിനുള്ളത്. ഇരുമുടിക്കെട്ടില്ലാതെ 18-ാം പടി ചവിട്ടാൻ ഒരാൾക്കും സാധിക്കില്ല. ഭഗവാന്റെ അച്ഛൻ്റെ സ്ഥാനമുള്ള ആൾ, തന്ത്രി, അതുപോലെ തന്നെ തിരുവാഭരണം കൊണ്ടുവരുന്ന ആളുകൾ, അങ്ങനെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഭഗവാന്റെ 18-ാം പടി ഇരുമുടിക്കെട്ടില്ലാതെ ചവിട്ടാൻ പറ്റുള്ളൂ. അത്രയധികം വിശേഷപ്പെട്ട ആ ഇരുമുടിക്കെട്ടിനെ തലയിലേറ്റിക്കൊണ്ട് മാത്രമേ 18 പടിയുടെ തത്വം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അത്ര വിശേഷമാണ് ഇരുമുടിക്കെട്ട്. ആ ഇരുമുടിക്കെട്ടിൻ്റെ മുൻഭാഗവും പിൻഭാഗവും. എന്താണ് മുൻഭാഗത്തിൻ്റെ പ്രാധാന്യം? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്, ഭഗവാന് സമർപ്പിക്കാനുള്ള ദ്രവ്യങ്ങളാണ് മുൻഭാഗത്ത് നമ്മൾ തയ്യാറാക്കി വെക്കാറുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാന് അഭിഷേകം ചെയ്യാനുള്ള നെയ്ത്തേങ്ങ അല്ലെങ്കിൽ മുദ്രത്തേങ്ങ നമ്മൾ വെക്കുന്നത് മുൻഭാഗത്താണ്. അരി, ഭഗവാന്റെ കാണിക്കാവഞ്ചേരി സമർപ്പിക്കാനുള്ള അരി വെക്കുന്നത് അവിടെയാണ്. കാണിപ്പൊന്ന്, കാണിക്കാപ്പണം വെക്കുന്നത് അവിടെയാണ്. ഭഗവാന് വേണ്ടിയിട്ടുള്ള അഭിഷേക ദ്രവ്യങ്ങൾ, ഇപ്പോൾ കളഭ ആയിക്കോട്ടെ, പനിനീരായിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കുന്ന അവിടെയാണ്. ചന്ദനത്തിരി, കർപ്പൂരം, ഭഗവാനും ഭഗവാന്റെ പരിവാരങ്ങൾക്കും എന്തൊക്കെയാണോ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ തന്നെ മുൻകെട്ടിലാണ് വെക്കാറുള്ളത്. കൂടാതെ 18-ാം പടിയിൽ അടയ്ക്കേണ്ട നാളികേരവും മുൻകെട്ടിലാണ് വെക്കുന്നത് എന്നാണ് പല ഗുരുസ്വാമിമാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. പിൻകെട്ടിലോ യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും യാത്രയിൽ പല ഭാഗത്തായിട്ട് അടയ്ക്കേണ്ട നാളികേരങ്ങളൊക്കെയാണ് പിൻകെട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുക. അങ്ങനെ ഒരു ഭാഗത്ത് ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ഒരു ഭാഗത്ത് നമ്മുടെ കാര്യങ്ങളും ചേർന്ന് തലയ്ക്ക് അത് ചുമന്നുകൊണ്ടാണ് നമ്മൾ ഭഗവാനെ കാണാൻ പോകുന്നത്. ഒരേ സമയം ഭഗവാന്റെ വസ്തുക്കളുണ്ട്, നമ്മുടെ വസ്തുക്കളുണ്ട്. ഭഗവാന്റെ വസ്തുക്കൾ എന്നുള്ളതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നമ്മുടെ പുണ്യം, നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യങ്ങളുടെ അളവാണ് ആ മുൻകെട്ട് എന്നുള്ളതാണ്. അതിനാണ് എപ്പോഴും ഭാരം കൂടുതൽ വേണ്ടത്. പിൻകെട്ടിന് നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങളുടെ അളവാണെന്ന് പറയുക, അതിനെപ്പോഴും ഭാരം കുറവേ പാടുള്ളൂ. അതായത് അത് നിറയ്ക്കുന്ന ദ്രവ്യങ്ങളുടെ അളവ് കൊണ്ടല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ചെയ്തിട്ടുള്ള പുണ്യവും പാപവും തന്നെയാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത്. ഒരിക്കലും പാപം മാത്രം ഭഗവാന് കൊടുക്കുക, പുണ്യം നമ്മൾ തന്നെ കയ്യിൽ വെക്കുക, അങ്ങനെയല്ല. നമ്മുടേതെല്ലാം ഭഗവാനുള്ളതാണ്. അത് പുണ്യമായിക്കോട്ടെ പാപമായിക്കോട്ടെ അതൊക്കെ നമ്മൾ കൊടുത്ത് ഭഗവാനോട് നമ്മൾ പറയുന്നു, എനിക്ക് ഭഗവാനെ അങ്ങല്ലാതെ വേറെ ആരുമില്ല. സമ്പൂർണ്ണ ശരണാഗതി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇരുമുടിക്കെട്ട്. എൻ്റെ പുണ്യവും പാപവും ഞാൻ തന്നെ, എൻ്റെ ആത്മാവാകുന്ന നെയ്യും ഇതാ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആ സമർപ്പിക്കുന്ന ആ നെയ്യിനെ അങ്ങ് സ്വാംശീകരിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള മോശം പ്രവൃത്തികളിൽ നിന്നും എന്നെ മാറ്റി നിർത്തി ഏറ്റവും വലിയ മോക്ഷം എനിക്ക് തരണേ ഭഗവാനെ എന്ന് മാത്രമാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. അപ്പോൾ ഈ ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഈ ഇരുമുടിക്കെട്ടിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇരുമുടി നിറയ്ക്കുന്ന ചടങ്ങാണ് കെട്ടുനിറ. ഒരു ഗുരുസ്വാമിയാണ് നമുക്ക് ഇരുമുടി നിറച്ചു തരേണ്ടത്. നമ്മുടെ മാതാപിതാക്കളുടെയും ഗുരുവര്യന്മാരുടെയൊക്കെ സാന്നിധ്യം ആ സമയത്ത് അവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഒരു കാരണവശാലും ഇരുമുടിക്കെട്ട് നിലത്ത്
ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് വെക്കാൻ പാടില്ല എന്നും ഗുരുസ്വാമിമാർ പറയാറുണ്ട്. ഒരു പുതപ്പിൽ പൊതിഞ്ഞുകൊണ്ടോ പട്ടിൽ പൊതിഞ്ഞുകൊണ്ടോ ഒക്കെയാണ് ഇരുമുടി സൂക്ഷിക്കാറുള്ളത്. കാരണം ഭഗവാന് കൊടുക്കാനുള്ള ദ്രവ്യങ്ങളാണ് അതിലുള്ളത്. അത്രയധികം ആദരവോടുകൂടി വേണം ഇരുമുടിക്കെട്ടിനെ കാണാൻ. ഓരോ തവണ കെട്ടിറക്കുമ്പോഴും കെട്ടെടുക്കുമ്പോഴും ശരണം വിളിക്കണം എന്ന് പറയാറുണ്ട്. കെട്ടിനെ നമസ്കരിച്ചുകൊണ്ടേ കെട്ട് തലയിൽ എടുക്കാവൂ എന്ന് പറയാറുണ്ട്. അത്രയധികം ബഹുമാനമാണ് ഇരുമുടിക്കെട്ടിന് നമ്മൾ കൊടുക്കുന്നത്. കേവലം ഒരു തുണിസഞ്ചി മാത്രമായിട്ട് അതിനെ കാണാതിരിക്കുക, നമ്മുടെ പുണ്യവും പാപവും നിറയ്ക്കുന്ന കെട്ടായിട്ട് അതിനെ കാണുക. അതിലൂടെ വേണം നമ്മൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ വിളിക്കുന്ന ഏറ്റവും വലിയൊരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ഭഗവാനെ കാണാൻ പോകുമ്പോൾ നമ്മൾ വിളിക്കുക, ഇപ്പോൾ പോയാൽ സ്വാമിയെ കാണാം, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടുന്നതാണ്. ആ മോക്ഷത്തിലേക്ക് നമ്മളെ പിടിച്ചുയർത്തുന്നത് ആ ഇരുമുടിക്കെട്ടാണ്. ആ ഇരുമുടിക്കെട്ടാണ് 18-ാം പടി ചവിട്ടാനുള്ള അവകാശം നമുക്ക് തരുന്നത്. ആ ഇരുമുടിക്കെട്ടാണ് നെയ്യഭിഷേകം നടത്താനുള്ള അവകാശം നമുക്ക് തരുന്നത്. അത്രയധികം കാരുണ്യം നമ്മളോട് കാണിക്കുന്ന ആ ഇരുമുടിക്കെട്ടിനെ സ്വയം അയ്യപ്പസ്വാമിയായിട്ട് തന്നെ കണ്ട് നമസ്കരിച്ച് ഏറ്റവും ഭവ്യതയോടുകൂടി അത് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഏറ്റവും ആദരണീയമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു, അദ്ദേഹം വന്നപ്പോൾ പോലും ഭഗവാൻ ആ കെട്ട് നിറച്ച് 18 പടി ചവിട്ടിയിട്ടാണ് വന്നത്. നമ്മളെല്ലാവരും കണ്ടു. അത്ര മഹത്വമാണ് അതിനുള്ളത്. പ്രസിഡന്റ് ആയിക്കോട്ടെ, സാധാരണ ഒരു ഭക്തനായിക്കോട്ടെ, ഭഗവാനെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ ഇരുമുടിക്കെട്ട് നിർബന്ധമാണ്. ആ ഇരുമുടിക്കെട്ടിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വിശേഷം നമ്മളിവിടെ ചുരുക്കുന്നു. ഭഗവാനുമായി സംബന്ധിക്കുന്ന മറ്റൊരു കഥയുമായി മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമസ്തേ. സ്വാമി ശരണമയ്യപ്പ.